ബ്രോ ഇത് നമ്മുടെ ഫോണിന്റെ ലാമിനേറ്റ് ചെയ്യുന്ന സ്റ്റിക്കർ അല്ലേ? അതെ. ഇത് കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ, ഒരു കാണിച്ചത്. ഇതാണിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 4 കട്ടിങ് മെഷീൻസ്. ഫസ്റ്റ് വണ് 8 ഇഞ്ച് മാക്സിമം കട്ട് ചെയ്യാൻ പറ്റിയ മെഷീന്. പിന്നെ സെക്കൻഡ് വരുന്നത് 13 ഇഞ്ച്, അതായത് ഐപാഡ് 12.9 കട്ട് ചെയ്യാൻ പറ്റിയ മെഷീന്, 12.9 വരെ. പിന്നെ അതുപോലെ തേർഡ് വരുന്നത് 16 ഇഞ്ച്, അതായത് ലാപ്ടോപ്സ് അങ്ങനെയെല്ലാം കട്ട് ചെയ്യാൻ പറ്റിയ മെഷീനാണ് തേർഡ് വരുന്നത്. പിന്നെ ഫോർത്ത് സെയിം സൈസ് 16 ഇഞ്ചാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൽ മൊബൈലിൻ്റെ ബാക്കിലെ ലാമിനേഷൻ മാത്രമാണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അല്ല, ഇതിൽ മൊബൈലിൻ്റെ ബാക്ക് അതുപോലെ ഫ്രണ്ട് ലൈക്ക് ഇതുപോലെ. ഇത് നമ്മളിപ്പോൾ കുറച്ച് മുന്നേ നമുക്ക് വന്നിട്ടുള്ള സ്റ്റിക്കറാണ്, അത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ബാക്ക് അതുപോലെ ഫ്രണ്ട്, പിന്നെ അതുപോലെ സൈഡ്, സൈഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ശരി, കംപ്ലീറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെ, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും മെഷീനിൽ വേറെ എന്തെങ്കിലും ലിമിറ്റോ അങ്ങനെ എന്തെങ്കിലും? ലിമിറ്റ് കാര്യങ്ങൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 2 മെഷീനിൽ നമുക്ക് ലിമിറ്റ് വരുന്നുണ്ട്. 100 ആണ് ഇതിൽ രണ്ടിലും മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഈ തേർഡ് ആൻഡ് ഫോർത്ത് ഇത് നമ്മുടെ സ്വന്തം ബ്രാൻഡാണ്. ഇതിൽ രണ്ടിലും നമുക്ക് വരുന്നത് അൺലിമിറ്റഡ് കട്ടിംഗ് ആണ്. അതുപോലെ ഇതിൽ രണ്ടിലും വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കട്ടിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് റീചാർജ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് മൊബൈൽ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് മാത്രമാണോ നമുക്കിത് കട്ട് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ വേറെ? അല്ല, ഇതിൽ നമുക്ക് മൊബൈൽസ്, ടാബ്ലറ്റ്സ്, പിന്നെ അതുപോലെ മാക് ബുക്സ്, പിന്നെ അതേപോലെ എയർപോഡ്, ക്യാമറ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ കസ്റ്റമായിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു വിഡ്ത്ത് ഒരു ലെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൈസ് അനുസരിച്ച് നമുക്ക് ഇതിൽ എല്ലാത്തിലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലിപ്പോൾ മെയിൻ മോഡൽസിൻ്റെ ഇത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സാംസങ് പോയി അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ? അല്ല, ഇതിൽ 100ഓളം മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് ആകെ കേട്ട് പരിചയമുള്ളത് വിവോ, ഓപ്പോ, സാംസങ്, അതുപോലെ ടെക്നോ, അങ്ങനത്തെ കുറച്ച് മോഡൽസാണ്. അത് കൂടാതെ തന്നെ 100ഓളം നമുക്ക് ചൈന മോഡൽസ് തന്നെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് മോഡൽസ് റിലീസാണ്, ഫോണിൻ്റെ പുതിയ മോഡൽസ് റിലീസാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ആപ്പിളിൻ്റെ ആണെങ്കിൽ 16 സീരീസ് ഒക്കെ റിലീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒക്കെ അപ്ഡേഷൻസ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിവൈസിൽ കിട്ടുക? ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സെയിം ലൈക്ക് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ തന്നെ ഫേംവെയർ അപ്ഡേറ്റ് അതുപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് 4 മെഷീൻസിലും അവൈലബിൾ ആണ്, ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓരോ അപ്ഡേഷൻസ് വരുന്ന ടൈമിൽ തന്നെ ഇതിൽ നമുക്ക് ഓരോ മോഡൽസ് അപ്ഡേറ്റ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും ഇതിലെല്ലാ മെഷീനിലും. ഓക്കെ ഓക്കെ. ഇന്നത്തെ അടുത്ത് ഇപ്പോൾ ഇതിൻ്റെ മാക് ബുക്കിൻ്റെ ലാപ്ടോപ്സിൻ്റെ ഒക്കെ സ്റ്റിക്കർ അവൈലബിൾ ആണ്? ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. ഇതുപോലെ പിക്ചർ ടൈപ്പും അതുപോലെ ട്രാൻസ്പാരൻറ്റ് ടൈപ്പും നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ചെയ്യും.